രമി, സഞ്ജു സാംസൺ 2020 ഫോർമാറ്റിന്റെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാകാൻ 2020 ഫോർമാറ്റ് ക്യാപ്റ്റനാകാൻ പോകുന്നു എന്നൊരു വാർത്ത വരുന്നു. കൂടാതെ സഞ്ജുവിനെ ഏകദിന ടീമിലേക്കും എടുക്കാൻ സാധ്യതയുണ്ടും എന്ന് വാർത്തകൾ കേൾക്കുന്നു. സഞ്ജു ആകും എന്ന് ശ്രേയസ് അയ്യർ ആകുന്നതിന് മുമ്പേ കേട്ടതാണ്. ഈ കേൾക്കുന്ന വാർത്തകളിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ചില ദേശീയ മാധ്യമങ്ങൾ അങ്ങനൊരു വാർത്ത പുറത്തുവിടുന്നുണ്ട്. ഔദ്യോഗികമായിട്ട് നമ്മൾ ഈ പ്രേക്ഷകരോട് തുറന്നു പറയുകയാണ്, ഔദ്യോഗികമായിട്ട് അങ്ങനെ നീക്കം നടക്കുന്നതായിട്ട് അറിവില്ലെന്നല്ല. ഔദ്യോഗിക കേന്ദ്രങ്ങൾ BCCIയോ അല്ലെങ്കിൽ ഗൗതം ഗംഭീറോ ഔദ്യോഗികമായിട്ട് ഈ കാര്യം സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ അവരുടെ സോഴ്സുകളിൽ നിന്ന് ദേശീയ മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സഞ്ജുവിന് വലിയൊരു അവസരം തുറന്നു വരുന്നുണ്ട്. ഇപ്പം നമ്മൾ 2 ദിവസം മുമ്പ് വളരെ നിരാശയോടെ സഞ്ജുവിൻ്റെ കരിയർ അവസാനിക്കുന്നോ എന്ന് നമ്മളടക്കം ചർച്ച ചെയ്തിരുന്നു. പക്ഷേ ഗംഭീർ ആ സമയത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട്. സഞ്ജുവിൻ്റെ കാര്യത്തിൽ സഞ്ജുവിന് ഞാനൊരു ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. സഞ്ജു ടീമിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ഇന്ത്യയുടെ ദീർഘകാല പദ്ധതികളിൽ സഞ്ജുവിന് നിർണായക സ്ഥാനമുണ്ട് എന്ന ഒരു ക്ലാരിറ്റിയാണ് സഞ്ജുവിന് ഗൗതം ഗംഭീർ കൊടുത്തിരുന്നത്. അതുമാത്രമല്ല, സൂര്യകുമാർ യാദവ് വേൾഡ് കപ്പ് എടുത്തതിന് ശേഷം അടുത്തൊരു ക്യാപ്റ്റൻ എന്ന ഒരു ചർച്ച വന്നപ്പോൾ ഗംഭീർ അടിയുറച്ച് പിന്തുണച്ച ആള് സഞ്ജു സാംസൺ ആണെന്ന് വാർത്തകൾ വരുന്നു. കാരണം IPLലെ പ്രകടന മികവ്, കൂടാതെ ഈ ക്യാപ്റ്റൻ എന്ന രീതിയിൽ വേണ്ട പക്വത, ഒരു ടീമിനെ ലോകകപ്പിൽ നമ്മൾ കണ്ടതാണ്, ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കുന്ന ആ ഒരു ക്ഷമത, ഇത് രണ്ടും സഞ്ജുവിലുണ്ട്. അതെ, ആ ഒരു പ്രത്യേകത സഞ്ജുവിനുണ്ട്. അത് ഗംഭീർ ഉയർത്തിക്കാട്ടി. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോസസ്സ് നടന്നപ്പോൾ ശ്രേയസ് അയ്യർ, സഞ്ജു സാംസൺ, അങ്ങനെ നമ്മുടെ സെലക്ഷൻ കമ്മിറ്റിയും BCCIയും 2 തട്ടിലായി. 3 പേർ വീതം 2 പേരെയും അനുകൂലിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത്. 3 പേർ സഞ്ജുവിന് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ 3 പേര് അജിത് അഗാർക്കറും ടീമും ഒക്കെ ശ്രേയസ് അയ്യറിനെ പിന്തുണച്ചു. അപ്പോൾ BCCI ഇവിടെ ഒരു തീരുമാനമെടുത്തു, തൽക്കാലം ശ്രേയസ് അയ്യറെ ക്യാപ്റ്റനാക്കുക. കാരണം IPLൽ ശ്രേയസ് അയ്യറും വളരെ മികച്ച പ്രകടനം നടത്തിയൊരു ക്യാപ്റ്റനാണ്, നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ സഞ്ജുവിനെ കുറിച്ചുള്ള ഇപ്പോൾ ചർച്ചകൾ തുടങ്ങാൻ കാരണം ശ്രേയസ് അയ്യറെ ക്യാപ്റ്റനാക്കിയത് പാളിയോ എന്നൊരു ചോദ്യം ഇപ്പോൾ വരുന്നുണ്ട്. അയർലൻഡിനെതിരെ സമ്പൂർണ്ണ പരാജയം, ഇംഗ്ലണ്ടിനെതിരെ സമ്പൂർണ്ണ പരാജയം, അടുത്ത സിംബാബ്വെക്കെതിരെയാണ് ഇന്ത്യയുടെ കളി. അപ്പോൾ അതിലും ഒരു തിരിച്ചടി ഉണ്ടായാൽ ഉറപ്പായിട്ടും ചിലപ്പോൾ അതിനു മുമ്പേ ശ്രേയസ് അയ്യറെ ക്യാപ്റ്റനാക്കിയ കാര്യത്തിൽ ഒരു പുനരാലോചന BCCI നടത്തും എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത ഓപ്ഷൻ സഞ്ജുവാണ്. കാരണം നിലവിലെ സീനിയോറിറ്റി വെച്ച് ടീമിലെ സീനിയർ മെമ്പർ അല്ലെങ്കിൽ നേരത്തെ ക്യാപ്റ്റൻ പരിഗണനയുള്ള ആൾ എന്ന തരത്തിൽ സഞ്ജുവിനാണ് പരിഗണന കിട്ടുക. BCCI നേരത്തെ ഇഷാൻ കിഷനെയും തിലക് വർമ്മയൊക്കെ ക്യാപ്റ്റനാക്കാനായിട്ട് നോക്കി. ഇപ്പോൾ തിലക് വർമ്മ നിലവിൽ വൈസ് ക്യാപ്റ്റനാണ്, പക്ഷേ അദ്ദേഹം പരാജയമാണ് എന്നുള്ളത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് സഞ്ജുവിനെ സംബന്ധിച്ച് പുതിയ ചർച്ചകൾ തുടങ്ങുന്നത്. ഒരു പക്ഷേ 2020 സഞ്ജു ക്യാപ്റ്റൻ എന്ന രീതിയിൽ സ്ഥിരാംഗമാകും എന്ന് പറയപ്പെടുന്നു. BCCI പറയുന്നതല്ല, ചില വാർത്താ മാധ്യമങ്ങൾ ആ രീതിയിൽ സൂചനകൾ വരുന്നുണ്ട്. കൂടാതെ പുതിയ വാർത്തകൾ വരുന്നത് ഏകദിന ഫോർമാറ്റിൽ സഞ്ജുവിന് ലോങ് റൺ കൊടുക്കണം, അതായത് ദീർഘകാല കരിയർ കൊടുക്കണമെന്ന് ഗൗതം ഗംഭീർ BCCIയോട് പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗംഭീർ പറയുന്നു സഞ്ജുവിനെ ടീമിൽ കിട്ടിയേ പറ്റൂ. കാരണം ഇന്ത്യയുടെ സീനിയർ ആയിട്ടുള്ള 2 താരങ്ങൾ, ഒന്ന് രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ഇവരെ 2 പേരെ ആശ്രയിച്ചാണ് ആ ടീം ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇവർക്ക് പ്രായത്തിൻ്റെതും ഫോമിൻ്റെതുമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ കാരണം ഇനി ലോകകപ്പിൽ ഇനിയും കുറേ സമയം അവശേഷിക്കുന്നുണ്ട്. ദക്ഷിണാഫ്രിക്കയിലാണ് ലോകകപ്പ് നടക്കുന്നത്. പ്രതികൂല സാഹചര്യമാണ്, അവിടെ ഒരുപാട് ബൗൺസ് ഉള്ള ഒരു വിക്കറ്റാണ്. അപ്പം അവിടെ സഞ്ജു അവിടെ പ്രൂവൻ ആയിട്ടുള്ള ഒരു കളിക്കാരനാണ്. അവിടെ ദക്ഷിണാഫ്രിക്കയിൽ പോയി സഞ്ജു മികവാർന്ന കളി കളിച്ചതാണ്. 2023 ഡിസംബർ 21 സഞ്ജുവിൻ്റെ അവസാന ഏകദിനം. അന്നൊരു പ്രത്യേകതയുണ്ട്, ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കരിയറിലെ ഏക സെഞ്ചുറി ഏകദിനത്തിൽ നേടിയതാണ്. ഒരു മാച്ച് വിന്നിംഗ് പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു പ്രകടന മികവ് ദക്ഷിണാഫ്രിക്കയിലാണ് അടുത്ത ലോകകപ്പ് നടക്കുന്നത് എന്നുള്ള കാരണം കൊണ്ട് സഞ്ജുവിനെ തള്ളിക്കളയാൻ ഗൗതം ഗംഭീറിന് പറ്റുന്നില്ല. BCCIക്കും കൂടി അത് ബോധ്യമായാൽ ഏകദിനത്തിൽ സഞ്ജുവിന് ഒരു അവസരം തുറന്നു വരും എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ
പുറത്താകാൻ പോകുന്നത് ഋഷഭ് പന്തായിരിക്കും. BCCI നിലവിൽ വിക്കറ്റ് കീപ്പർമാരുടെ സ്ഥാനത്തേക്ക് 2 പേരെയാണ് അവർ കണ്ടുവച്ചിരിക്കുന്നത്. ഒന്ന് KL രാഹുൽ, പിന്നെ ബാക്കപ്പായിട്ട് നമ്മുടെ ഋഷഭ് പന്ത്. ഇഷാൻ കിഷനെ വിക്കറ്റ് കീപ്പറായിട്ടല്ല, ഒരു പക്ഷേ ബാറ്ററായിട്ട് വന്നേക്കാം. നിലവിൽ ഏകദിന ഫോർമാറ്റിന്റെ പരിഗണനയിൽ ഇഷാൻ കിഷൻ ഇല്ല, വന്നുകൂടായികയില്ല. നിലവിൽ ഈ 2 വിക്കറ്റ് കീപ്പർമാരെയാണ് ഫോക്കസ് ചെയ്തിരുന്നത്. അതിൽ ഋഷഭ് പന്തിനെ ടെസ്റ്റ് ഫോർമാറ്റിൽ ഋഷഭ് പന്തിനെ ചോദ്യം ചെയ്യാനേ പറ്റത്തില്ല. കാര്യം ഒരു വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സാങ്കേതിക തികവിനെ കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു മാച്ച് വിന്നറാണ്. അതെ, ഒരു മാച്ച്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ശാരീരിക ക്ഷമത വല്ലാണ്ട് തടി വെച്ചു. ആ അപകടത്തിന് ശേഷം വല്ലാണ്ട് തടി വെച്ചു എന്നൊക്കെ ഒരു ആക്ഷേപമുണ്ട്. അപ്പോൾ ഈ 2 പേരിൽ ഋഷഭ് പന്തിന് അദ്ദേഹത്തിന് ഈ ലിമിറ്റഡ് ഓവർ ഫോർമാറ്റുകളിൽ, അത് 2020 ആയിക്കോട്ടെ ഏകദിനമായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ അതെ ടെസ്റ്റിൽ അദ്ദേഹമാണ്, ഋഷഭ് പന്ത് തന്നെയാണ്. പക്ഷേ ഈ 2 ഫോർമാറ്റിൽ, ലിമിറ്റഡ് ഓവർ ഫോർമാറ്റിൽ ഋഷഭ് പന്തിന് തിളങ്ങാനാകുന്നില്ല എന്നുള്ളത് ചരിത്രമാണ്. അതുകൊണ്ട് സഞ്ജുവിനെ പരിഗണിക്കണം എന്നുള്ളതാണ് ഗൗതം ഗംഭീർ പറയുന്നത്. സഞ്ജുവിനെ പരിഗണിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം രോഹിത് ശർമ്മ, അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹം ഒരു നമ്മുടെ ഒരു എന്താ പറയുക, ഒരു മഹാനായ അല്ലെങ്കിൽ എന്താ പറയുക ഒരു നിർണായക കളിക്കാരനാണ് ടീമിൽ. അതെ, 37 വയസ്സ് പിന്നിട്ട് കഴിഞ്ഞു. അദ്ദേഹം ഇനി എത്ര ക്ഷമതയോടെ ടീമിലെ സ്ഥാനത്തിന് വേണ്ടിയിട്ട് മറ്റു താരങ്ങളോടൊപ്പം മത്സരിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥയിലേക്ക് രോഹിത് ശർമ്മ വരുന്നു. വിരാട് കോഹ്ലിയുടെ കാര്യത്തിൽ കായികക്ഷമതയെ സംബന്ധിച്ച് ആശങ്കയില്ല. ഇപ്പൊ കായികക്ഷമത വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രോഹിത് ശർമ്മ വല്ലാണ്ട് തടിയൊക്കെ കുറച്ചു ഇപ്പോൾ. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ BCCIക്ക് ഒരു സംശയമുണ്ടോ എന്നൊരു സംശയമുണ്ട്. ചോദിക്കണ്ട, അതായത് അതെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമുക്ക് എപ്പോഴും ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സമയമാണ്. അപ്പൊ ഈ 2 താരങ്ങളും അവരുടെ അതെ, ഈ 2 താരങ്ങളും അവരുടെ പ്രായത്തിന്റെ ഒരു പ്രശ്നം, പ്രായത്തിന്റെ ഒരു പ്രശ്നം 2 പേർക്കും ഉണ്ട്. അപ്പോൾ ഭാവിയെ കണ്ട് ഒരു ടീം രൂപപ്പെടുത്തുക എന്നൊരു സങ്കല്പത്തിൽ സഞ്ജുവിനെ ടീമിലേക്ക് എടുത്താൽ ഒരു വിക്കറ്റ് കീപ്പറുമാണ്, ഒരു ഓപ്പണറുമാണ്. ആ രീതിയിൽ പരിഗണിക്കാം. അല്ല, വിക്കറ്റ് കീപ്പർ KL രാഹുൽ 5-മതോ 4-മതോ കളിക്കും. സഞ്ജുവിനെ ഓപ്പണറായിട്ടും പരിഗണിക്കാം. വേണമെങ്കിൽ സഞ്ജുവിനെ, ഇപ്പൊ KL രാഹുലിനും ഫോം ഔട്ട് ആകാൻ പാടില്ലെന്നും ഇല്ലല്ലോ. ഫോം ഔട്ട് ആകണമെങ്കിൽ സഞ്ജുവിനെ തന്നെ ഒരു വിക്കറ്റ് കീപ്പറായിട്ടും ബാറ്ററായിട്ടും. അതെ, ഏതായാലും ഗംഭീർ ഈ കാര്യത്തിൽ സഞ്ജുവിന് വേണ്ടി BCCIയുമായിട്ട് പടവെട്ടുന്നു എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത്. അത് ഗംഭീർ ഏതെങ്കിലും ഒരു പൊതുവേദിയിൽ സഞ്ജുവിന് വേണ്ടിയിട്ട് ഞാൻ വാദിക്കുന്നു എന്ന് ഗംഭീറായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ പറഞ്ഞൊരു വാചകം ഇവിടെ ഉണ്ട്, സഞ്ജുവിന് ഞാൻ ക്ലിയർ ആയിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ദൃശ്യവും കൂടി നമ്മുടെ മനസ്സിലേക്ക് വരണം. കാര്യം സഞ്ജു ആ 2020-ൽ വൈഭവ് സൂര്യവംശിക്ക് വേണ്ടിയിട്ട് തൻ്റെ സ്ഥാനം വിട്ടുകൊടുത്തതിന് ശേഷം ഗാലറിയിൽ ഇരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. വലിയൊരു നിരാശാബോധത്തിൽ ഇരിക്കുന്ന സഞ്ജുവിനെ കണ്ടത്. പക്ഷേ ഈ വാർത്തകളൊക്കെ വന്നതിന് ശേഷം തൊട്ടു പിന്നാലെ അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ടത് വിംബിൾഡൺ വേദിയിൽ വളരെ ഉത്സാഹത്തോടെ കാണപ്പെടുന്ന ഒരു സഞ്ജുവിനെയാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ ഏതൊക്കെയോ ഒരു സാധ്യത തെളിയുന്നു. ഏതായാലും ഈ കാര്യത്തിൽ ഗംഭീറിൻ്റെ നിലപാട് വളരെ നിർണായകമാണ്. പിന്നെ അജിത് അഗാർക്കറും ഗംഭീറുമായിട്ട് ഈ കാര്യത്തിൽ ഒരു സ്വരച്ചേർച്ചയില്ലായ്മ വരുന്നത് BCCIക്കും തലവേദനയാണ്. അപ്പോൾ ഈ കാര്യത്തിലൊരു കൃത്യമായൊരു തീരുമാനം ഉടനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതേണ്ടത്.